എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് നേരത്തെ നിലവിലുണ്ടായിരുന്ന ഏറ്റവും സുപ്രധാനമായൊരു നിയമം അത് പരിഷ്കരിച്ചുകൊണ്ട് 2023 ഡിസംബർ 24 ഒരു ഗസറ്റ് വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെയും ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുടെയും വികസനവും വിപുലീകരണവും പ്രവർത്തനവും എന്നിവയുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും അതിൻ്റെ നിയമങ്ങളും കമ്മ്യൂണിക്കേഷൻ സ്പെക്ട്രം നിർണ്ണയം സംബന്ധിച്ച നിയമങ്ങളും ഭേദഗതി ചെയ്തുകൊണ്ടും ഏകീകരിച്ചുകൊണ്ടും പുറത്തിറക്കിയ നിയമമാണ് ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023. 2023 ഡിസംബർ 24 ഈ നിയമം ഗസറ്റിന്റെ വിജ്ഞാപനമായി പുറത്തിറങ്ങിയത്. ഇതോടെ ഇന്ത്യൻ ടെലഗ്രാഫിക്സ് ആക്ട് 1885, ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫിക് ആക്ട് 1933, ടെലികമ്മ്യൂണിക്കേഷൻ സർവീസുകളും നെറ്റ്വർക്കുകളുമായി ബന്ധപ്പെട്ട വിവിധ നിയമങ്ങളും പൂർണ്ണമായി റദ്ദ് ചെയ്യപ്പെട്ടു. അത് 11 ചാപ്റ്ററുകളിലായിട്ട് 62 സെക്ഷനുകളും അനുബന്ധമായി 3 ഷെഡ്യൂളുകളുമാണ് ഈ നിയമത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിയമത്തിൻ്റെ അധികാരപരിധിയും സെഷൻ 1 നിർവചനങ്ങൾ സെഷൻ 2 ചേർത്തിട്ടുള്ളത്. പവർ ഓതറൈസേഷൻ ആൻഡ് അസൈൻമെന്റ് എന്ന 2ാം ചാപ്റ്ററിൽ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസുകളുടെയും നെറ്റ്വർക്കുകളുടെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ സംബന്ധിച്ചും സ്പെക്ട്രം നിർണ്ണയം സംബന്ധിച്ചുള്ള നിയമങ്ങളാണുള്ളത്. സെക്ഷൻ 3 മുതൽ 9 വരെയാണ് ചാപ്റ്റർ 2 ഉൾക്കൊള്ളുന്നത്. ചാപ്റ്റർ 3 10 മുതൽ 18 വരെയുള്ള സെക്ഷനുകൾ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുടെ റൈറ്റ് ഓഫ് വേ സംബന്ധിച്ചുള്ള നിയമങ്ങളാണ്. സെക്ഷൻ 19 മുതൽ 23 വരെയുള്ള ചാപ്റ്റർ 4 നിയമങ്ങൾ സ്റ്റാൻഡേർഡ്സ്, പബ്ലിക് സേഫ്റ്റി, നാഷണൽ സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നിവ സംബന്ധിച്ചുള്ളതാണ്. ചാപ്റ്റർ 5 സെക്ഷൻ 27-28 ഡിജിറ്റൽ ഭാരത് നിധി എന്ന യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിന്റെ സമാഹരണവും വിനിയോഗവും സംബന്ധിച്ചും വിശദമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ടെലികമ്മ്യൂണിക്കേഷന്റെ നിയമം അത് നമ്മുടെ വൈദ്യുതി ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി പ്രസരണ വിതരണ കമ്പനികളുടെ അധികാരവുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ഏറ്റവും അധികം ബാധകമാകുന്നത്. അതിൽ വൈദ്യുതി നിയമം 2003 സെക്ഷൻ 164 പ്രകാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വിജ്ഞാപനപ്പെടുത്തുന്ന വൈദ്യുതി വിതരണ കമ്പനികൾക്കും ഒപ്പം തന്നെ ലൈസൻസുകൾക്കും വൈദ്യുതി ലൈനുകളും പ്രതിഷ്ഠാപനങ്ങളും സ്ഥാപിക്കുന്നതിന് ഇന്ത്യൻ ടെലിഗ്രാഫിക്സ് ആക്ട് 1885 പ്രകാരം ടെലിഗ്രാഫിക് അതോറിറ്റിക്ക് ലഭ്യമായിട്ടുള്ള സവിശേഷ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അധികാരം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ടെലിഗ്രാഫിക് ആക്ട് 1885 പാർട്ട് 3 പവർ ടു പ്ലേസ് ടെലിഗ്രാഫ് ലൈൻസ് ആൻഡ് പോസ്റ്റിലെ സെക്ഷൻ 10 മുതൽ 19 വരെ അധികാരങ്ങളാണ് ഈ വിധത്തിൽ ലഭ്യമാകുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ടും ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 ഗസറ്റ് വിജ്ഞാപനം ചെയ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ടെലിഗ്രാഫിക് ആക്ട് 1885 റദ്ദാക്കപ്പെടുകയും ചെയ്തതിനാൽ മേൽ വിവരിച്ചിട്ടുള്ള സവിശേഷ അധികാരങ്ങൾ സാധാരണഗതിയിൽ റദ്ദാക്കപ്പെടേണ്ടതാണ്. പക്ഷേ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് 2023 സെക്ഷൻ 63 പ്രകാരം വൈദ്യുതി നിയമം സെക്ഷൻ 164 പ്രകാരവും ലൈനുകളും പ്രതിഷ്ഠാപനങ്ങളും സ്ഥാപിക്കുന്നതിന് ഇന്ത്യൻ ടെലിഗ്രാഫിക്സ് ആക്ട് 1885 പാർട്ട് 3 സവിശേഷ അധികാരങ്ങൾ നിലനിർത്തിയിട്ട് നൽകിയിട്ടുണ്ട്. ഫലത്തിൽ ഇതുകൊണ്ട് സംഭവിക്കുന്നത് വൈദ്യുതി മേഖലയിൽ പ്രത്യേകിച്ച് വൈദ്യുതി ലൈനുകളും പ്രതിഷ്ഠാപനങ്ങളും സ്ഥാപിക്കുന്ന രീതിക്ക് യാതൊരുവിധ മാറ്റവും പുതിയ ടെലികമ്മ്യൂണിക്കേഷൻ നിയമം 2023 പ്രകാരവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ സ്വകാര്യ വസ്തുവിൽ വൈദ്യുതി ലൈനുകളും പ്രതിഷ്ഠാപനങ്ങളും സ്ഥാപിക്കുന്നതിൽ വൈദ്യുതി പ്രസരണ വിതരണ കമ്പനിയെ ആരെങ്കിലും തടയാൻ
തടഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി വരുന്നത്. പക്ഷേ അപ്പോഴും ഇന്ത്യൻ ടെലിഗ്രാഫിക്സ് ആക്ട് 1885 പാർട്ട് 3 സവിശേഷ അധികാരങ്ങൾ നിലനിൽക്കുന്നതിനാൽ അതുകൊണ്ട് തന്നെ പ്രസ്തുത നിയമത്തിന്റെ സെക്ഷൻ 16 പ്രകാരം നമുക്ക് ജില്ലാ മജിസ്ട്രേറ്റിനെ അല്ലെങ്കിൽ ജില്ലാ കളക്ടറെ ഇടപെടുത്തി ഇക്കാര്യത്തിൽ എതിർപ്പുകളും തടസ്സങ്ങളും ഒഴിവാക്കാനാകും. തുടർന്നും ആരെങ്കിലും വൈദ്യുതി ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ ഭാരതീയ ന്യായ സംഹിത BNS, പഴയ IPC ആണ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത ആയിട്ടുള്ളത്, സെക്ഷൻ 132 പ്രകാരം കേസ് എടുപ്പിക്കാനും ഇതിലൂടെ കഴിയും. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 132 കുറ്റം ജാമ്യം ലഭിക്കാത്തതും കുറ്റം തെളിഞ്ഞാൽ കുറഞ്ഞത് 2 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതുമാണ്. അപ്പോൾ പുതിയ ആക്ട് വന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഇലക്ട്രിസിറ്റി മേഖലയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നിന്നും യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അത് കുറച്ചുകൂടി ജനങ്ങൾക്ക് സഹായകരമായ രീതിയിലുള്ള നിയമം ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് പൊതുജനങ്ങളുടെ അറിവിലേക്കും നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ അറിവിലേക്കുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്.